ഹലോ നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് മറ്റൊരു സസ്പെൻസ് ത്രില്ലർ മലയാള സിനിമയിലെ ഏറ്റവും നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സസ്പെൻസ് ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ് ടൈപ്പ് സിനിമ അധികം ആളുകൾ ആരും കണ്ടില്ലാത്തൊരു സിനിമയാണ് KG ജോർജ് സംവിധാനം ചെയ്ത സംവിധാനവും തിരക്കഥയും എഴുതിയിട്ടുള്ള സിനിമ ഈ കണ്ണി കൂടി എന്ന സിനിമ. ഈ സിനിമയുടെ ചെറിയൊരു ഇതിവൃത്തം പറയുക എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിനിമ വളരെ സ്ലോ പേസിൽ പോകുന്ന ഒരു സിനിമയാണ്. ഒരു ഒരു നടി ഈ സിനിമയിലെ പ്രധാന നായികയുടെ മരണവുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ആളുകളെ സസ്പെൻസിലൂടെ കൊണ്ടുപോകുന്ന ഒരു വളരെ മനോഹരമായ സിനിമ. ഈ സിനിമയിൽ നമുക്ക് ഒരു ഹീറോ പരിവേഷം നൽകുന്ന കഥാപാത്രങ്ങൾ ആരും ഇല്ല. അതിൽ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ സായികുമാറാണ്. പക്ഷെ അതിന് പകരം മമ്മൂട്ടിയോ മോഹൻലാലൊക്കെ ആയിരുന്നെങ്കിൽ ഒന്നും കൂടി ഈ സിനിമ വേറെ ലെവലിലേക്ക് എത്തിയേനെ എന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ തിരക്കഥ ആൻഡ് മേക്കിംഗ് ഒരു രക്ഷയില്ല. BGM ഒക്കെ പെർഫെക്റ്റ് ആണ്. മറ്റുള്ള കാസ്റ്റിംഗ് ഒക്കെ വളരെ ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. അതായത് ഓരോ ഇതിൽ നമ്മൾ ഒരു കൊലയാളി ആര് എന്നുള്ള നമുക്ക് ഒരു ഡൗട്ട് വരുന്ന രീതിയിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പം ഇവിടെ പോലീസ് സായികുമാറിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് ഈ ഒരു നടി, ഇതിൽ പ്രധാനപ്പെട്ട നായിക കൊല്ലപ്പെട്ടതിൻ്റെ കാരണവും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെയും കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം അതിലൂടെ കടന്നു പോകുന്ന കുറേ ആളുകൾ എല്ലാം മുൾമുന്നിൽ നിർത്തിക്കൊണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന രീതിയിലാണ് സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഇത് മസ്റ്റായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഈ സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. ഹൈലി റെക്കമെൻഡിങ്. ഈ ഒരു ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു മസ്റ്റ് വാച്ചിങ് മൂവിയാണ്. താങ്ക് യു.